ലീഡേഴ്സ് മോർണിംഗിൽ നമുക്കിപ്പോൾ അതിഥി എത്തിയിരിക്കുന്നത് ബിജെപിയുടെ പാലക്കാട് ജില്ലാ അധ്യക്ഷനായ പ്രശാന്ത് ശിവനാണ്. നമുക്ക് അദ്ദേഹത്തെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യാം. ഗുഡ് മോർണിംഗ് ശ്രീ പ്രശാന്ത് ശിവൻ, സ്വാഗതം. ഹലോ മലയാളത്തിലേക്ക്. നമസ്കാരം. പാലക്കാട്ടെ ബിജെപിയുടെ പ്രചാരണത്തിന്റെ ചുമതലക്കാരൻ കൂടിയാണ്. ഇപ്പൊ രാവിലെ പ്രചാരണമൊക്കെ തുടങ്ങിയോ? ഏതാണ്ട് രാവിലെ ഒരു 6:30 മണിയോടുകൂടിയൊക്കെ പരമാവധി ആളുകൾ ഫീൽഡിൽ ഇറങ്ങാറുണ്ട്. പ്രത്യേകിച്ച് ഈ മുനിസിപ്പാലിറ്റിയും പഞ്ചായത്തും രണ്ടും ഏതാണ്ട് ഒരു പകുതിയോളം വരുന്ന പ്രദേശമാണ് പാലക്കാട് നിയോജകമണ്ഡലം. അതുകൊണ്ട് പ്രത്യേകിച്ച് ഈ ഗ്രാമത്തിലെ ആളുകളൊക്കെ അത് രാവിലെ തന്നെ അവരുടെ മറ്റു കാര്യങ്ങളിലേക്ക് കിടക്കുന്നതിന് മുന്നേ വീടുകളിൽ എത്തുക എന്നുള്ളതുകൊണ്ട് രാവിലെ ഒരു 6:30 മണിയോടുകൂടിയൊക്കെ തന്നെ പ്രചരണം ആരംഭിക്കാറുണ്ട്. ഇന്നും അത്തരത്തിലൊരു പ്രചരണത്തിനിടയിൽ തന്നെയാണ് ഇത് ഇപ്പോഴത്തെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് വെച്ചാൽ ഭയങ്കര ഷോർട്ട് പീരീഡിൽ പ്രഖ്യാപിച്ച ഒരു തെരഞ്ഞെടുപ്പ് കൂടി ആയതുകൊണ്ട് എല്ലായിടത്തും ഓടിയെത്താൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അല്ലേ? തീർച്ചയായും. പ്രത്യേകിച്ച് ഞങ്ങളൊക്കെ എക്സ്പെക്ട് ചെയ്തത് ഏതാണ്ട് വിഷുവിന് ശേഷം തെരഞ്ഞെടുപ്പ് എത്തും എന്നുള്ളൊരു പ്രതീക്ഷയിലായിരുന്നു. പക്ഷേ അതിനേക്കാൾ ഞങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ ഒരാഴ്ചയെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് നേരത്തെയാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. പക്ഷേ ഈ ചുരുങ്ങിയ സമയത്തിനകം പരമാവധി കാര്യങ്ങൾ പരമാവധി വേഗത്തിൽ ചെയ്തു തീർക്കുക എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ചെയ്യുന്നത്. ഓക്കെ. ശ്രീ പ്രശാന്ത് ശിവൻ, ഇപ്പം ഈ ആളുകളുടെയൊക്കെ അടുത്ത് വോട്ട് തേടി ചെല്ലുമ്പം എന്താ പ്രതികരണം? പ്രത്യേകിച്ചെന്ന് വെച്ചാൽ ഇപ്പം പാലക്കാട്ട് ഇത് ഒരു അസാധാരണ സാഹചര്യമായിരുന്നല്ലോ. ഇപ്പം സിറ്റിംഗ് MLA അദ്ദേഹം MP ആയി മത്സരത്തിന് വേണ്ടി പോകുന്നു. പിന്നീട് അവിടെ ബൈ ഇലക്ഷൻ വരുന്നു. ബൈ ഇലക്ഷനിലൂടെ വരുന്ന MLA ആണെങ്കിൽ വിവാദത്തിൽപ്പെടുന്നു. അദ്ദേഹത്തിന് ഈ പാർട്ടിയിലെ അംഗത്വം പോലും നഷ്ടപ്പെടുന്നു. അപ്പം അങ്ങനെ ഒരു വല്ലാത്തൊരു സാഹചര്യമാണ്. ആ സാഹചര്യത്തിലാണ് വീണ്ടും ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നത്. അപ്പം ആളുകളുടെയൊക്കെ ഒരു പ്രതികരണം എന്താണ്? വലിയ രീതിയിൽ പാലക്കാട്ടെ ജനങ്ങൾ, പ്രത്യേകിച്ച് കേരളത്തിലെ മറ്റ് 139 മണ്ഡലത്തിലും ഇല്ലാത്ത രീതിയിലാണ് പാലക്കാട് ചോദിക്കുന്നത്. അതായത് ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് ഞങ്ങളുടെ MLA എവിടെയാണ് എന്നുള്ള ചോദ്യമാണ് പ്രധാനമായിട്ടും ഉയർന്നു വരുന്നത്. പാലക്കാട് ഇത്തരത്തിലൊരു തിരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് നിലവിലെ പാലക്കാടിൻ്റെ MLA അദ്ദേഹത്തിന് ഒരു സ്ഥലത്ത് പോലും പ്രചാരണത്തിന് ഇറങ്ങാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത്. അതായത് വളരെ കൊട്ടിഘോഷിക്കപ്പെട്ടുകൊണ്ട് ഇവിടെയുള്ള പാലക്കാടിൻ്റെ സിറ്റിംഗ് MLA ആയിരുന്ന ശ്രീ ഷാഫി പറമ്പിൽ അദ്ദേഹം 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് വേണ്ടി അദ്ദേഹം വടകരയിലേക്ക് പോയി. അതിനുശേഷം ഇവിടെ പാലക്കാട് സത്യത്തിലൊരു ഉപതെരഞ്ഞെടുപ്പ് അടിച്ചേൽപ്പിക്കുകയായിരുന്നു. അത്തരത്തിലൊരു ഉപതെരഞ്ഞെടുപ്പ് നടന്ന സമയത്ത് ഷാഫി പറമ്പിൽ വളരെ അഭിമാനത്തോടു കൂടി പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു. പാലക്കാട്ടുകാർക്ക് ഇനി തല കുനിക്കേണ്ടി വരുന്നൊരു സാഹചര്യമില്ല. പാലക്കാട്ടുകാരുടെ തല ഉയർത്തിപ്പിടിക്കുന്ന തരത്തിലൊരു സ്ഥാനാർത്ഥിയെയാണ് ഞങ്ങളിവിടെ അവതരിപ്പിക്കുന്നതെന്ന് പറഞ്ഞു. പക്ഷേ ആ പറഞ്ഞത് ഒരു 3 മാസം തികയ്ക്കുന്നതിന് മുന്നേ തന്നെ പാലക്കാട്ടുകാർക്ക് തല ഉയർത്തിപ്പിടിക്കുകയല്ല, തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട സാഹചര്യമുണ്ടായി. ഇവിടെ അദ്ദേഹം MP ആയി പോയ 6 മാസ കാലയളവിൽ പാലക്കാട്ടുകാരെക്കുറിച്ച് നിയമസഭയിൽ ശബ്ദിക്കുന്നതിന് ആളുണ്ടായിരുന്നില്ല. അതിനുശേഷം ഇവിടെ ഉപതെരഞ്ഞെടുപ്പിന് ശേഷവും ഏതാണ്ട് പാലക്കാട് മണ്ഡലം ഒരു അനാഥമാവുന്ന അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. അത് ഇന്നാട്ടിലെ ജനങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്. ജനങ്ങളെല്ലാം ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ എന്തുകൊണ്ടാണ് പാലക്കാട്ടെ MLA നടത്തിയ വികസന പ്രവർത്തനങ്ങൾ പറഞ്ഞുകൊണ്ട് വോട്ട് ചോദിക്കാനുള്ള ഒരു ആർജവം നിലവിലെ സിറ്റിംഗ് MLA ആയിട്ടുള്ള അവരെ പ്രതിനിധാനം ചെയ്യുന്ന കോൺഗ്രസ് പാർട്ടിക്കില്ല. മറ്റു വിവാദങ്ങളിലേക്ക് പാലക്കാടിനെ കൊണ്ടുപോവുകയാണ്. ഇവിടെ പാലക്കാടിൻ്റെ വികസനത്തെക്കുറിച്ച് ആർക്ക് സംസാരിക്കുന്നതിന് ഒരു സാധ്യത പോലും കോൺഗ്രസ് പാർട്ടി നൽകുന്നില്ല. ശ്രീ പ്രശാന്ത് ശിവൻ, ഇപ്പം ശോഭാ സുരേന്ദ്രൻ പറയുന്നത് തന്നെ ജയിച്ചു കഴിഞ്ഞാൽ, ഇപ്പം പാലക്കാട് ജയിച്ചു കഴിഞ്ഞാൽ 30 ദിവസത്തിനുള്ളിൽ 300 പദ്ധതികളിലൂടെ 700 കോടിയുടെ വികസനം പാലക്കാട്ടേക്ക് എത്തിക്കുമെന്നാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം കേന്ദ്രമന്ത്രിമാരൊക്കെയും ഈ തിരഞ്ഞെടുപ്പിൽ പ്രചാരണത്തിന് വേണ്ടി കേരളത്തിലേക്ക് വരുന്നു. പ്രത്യേകിച്ച് പാലക്കാട്ടേക്ക് അദ്ദേഹം എത്തുമെന്ന് പറയുന്നു. അപ്പം ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായി കഴിഞ്ഞോ? ഇന്നലെയാണ് ഞങ്ങൾക്ക് ഏതാണ്ട് ഒരു ചെറിയ ഇൻഫർമേഷൻ ലഭിച്ചത് പ്രധാനമന്ത്രിയുടെ വരവുമായി ബന്ധപ്പെട്ട്. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം. അതായത് ഒരു നേതാവ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സമയത്ത് ഒരു സ്ഥാനാർത്ഥി പറയുകയാണ്,
ഇന്നിന്ന പദ്ധതികൾ നടപ്പിൽ വരുത്തിക്കൊണ്ടാണ് ഞാൻ പാലക്കാട്ടുകാരെ സേവിക്കാനായി പോകുന്നതെന്ന് പറയുന്നു. എണ്ണി എണ്ണി അക്കമിട്ട് പദ്ധതികൾ അവരുടെ മനസ്സിലുള്ള പാലക്കാടിനെ എങ്ങനെയൊക്കെ ഉപയോഗിക്കാമെന്നുള്ള സാധ്യതകൾ ജനങ്ങൾക്ക് മുന്നിൽ പറയുന്ന സമയത്ത് ഇവിടെ വിജയിച്ചു കഴിഞ്ഞാൽ ഇത്ര കോടി രൂപയുടെ പദ്ധതി കൊണ്ടുവരും, ഇത്ര വികസനം കൊണ്ടുവരും, ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയെ കൊണ്ടുവരുമെന്ന് പറയുന്നു. മറിച്ച് വേറൊരാൾ പറയുന്നത് ഞാനിവിടെ വിജയിച്ചു കഴിഞ്ഞാൽ മമ്മൂട്ടിയെ കൊണ്ടുവരും, ഞാനിവിടെ വിജയിച്ചു കഴിഞ്ഞാൽ സിനിമാ നടന്മാരെ കൊണ്ടുവരും. ഇവിടെ പാലക്കാട്ടുകാർക്ക് വേണ്ടത് പ്രത്യേകിച്ച് ഏതെങ്കിലും സിനിമാ നടന്മാരുടെ വിസിറ്റോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സെലിബ്രിറ്റികളുടെ വിസിറ്റോ അല്ല, മറിച്ച് ഇവിടുത്തെ ജനങ്ങൾക്ക് ആവശ്യമായ വികസനമുണ്ട്. ഈ പാലക്കാട് ഈ കഴിഞ്ഞ 3 ടേം MLA ആയി വിജയിച്ച് വന്നിരുന്ന സമയത്ത് ഇവിടെ തുടങ്ങി വെച്ച് പൂർത്തിയാക്കാത്ത ധാരാളം പദ്ധതികളുണ്ട്. അത് പാലക്കാട് മെഡിക്കൽ കോളേജ് ആണെങ്കിലും ശരി, പാലക്കാട് ടൗൺ ഹാൾ പ്രൊജക്റ്റ് ആണെങ്കിലും ശരി, ഉന്നത വിദ്യാഭ്യാസ മേഖലയാണെങ്കിലും ശരി, ആരോഗ്യ മേഖലയാണെങ്കിലും ശരി, അങ്ങനെ ധാരാളം വെല്ലുവിളികൾ പാലക്കാട്ടുകാർ നേരിടുന്നുണ്ട്. അതിനൊക്കെ പരിഹാരം എന്നോണം BJP ഒരു വികസനത്തിൻ്റെ ഒരു ബദൽ രാഷ്ട്രീയമാണ് ഇവിടെ മുന്നോട്ട് വയ്ക്കുന്നത്. അല്ലാതെ വിജയിച്ചു കഴിഞ്ഞാൽ ഞാനിവിടെ മമ്മൂട്ടിയെ കൊണ്ടുവരും എന്നല്ല പറയേണ്ടത്. ഇവിടെ പാലക്കാട്ടുകാർക്ക് എന്തൊക്കെ വികസനം വേണമെന്ന് മനസ്സിലാക്കി അതിനുള്ള ഒരു സൊല്യൂഷനുമായിട്ടാണ് ഞങ്ങൾ ജനങ്ങൾക്കിടയിലേക്ക് വോട്ട് ചോദിച്ചു കൊണ്ടുപോകുന്നത്. ശ്രീ പ്രശാന്ത് ശിവൻ, ഇപ്പം നിലനിൽക്കുന്ന ഒരു വിവാദത്തെക്കുറിച്ച് അങ്ങോട്ട് ഞാൻ ചോദിക്കുകയാണ്. കാരണം ഇപ്പോൾ പാലക്കാട്ട് ഡീൽ ആരോപണമാണല്ലോ വലിയ ചർച്ച. പ്രതിപക്ഷ നേതാവ് പറഞ്ഞ ഡീൽ ആരോപണത്തെ MV ഗോവിന്ദൻ ഇന്നലെ തള്ളുകയും ചെയ്തു. എന്താണ്, ജില്ലാ അധ്യക്ഷനാണല്ലോ അങ്ങ്, അപ്പോൾ അങ്ങക്ക് എന്താ പറയാനുള്ളത് ഈ വിഷയത്തിൽ? അങ്ങനെ ഒരു ഡീലുണ്ടോ അവിടെ? അല്ല, ഇതിനകത്ത് ഡീലുണ്ടോയെന്ന് ചോദിച്ചാൽ ഇന്നാട്ടിലെ ജനങ്ങളെയും നരേന്ദ്രമോദിജിയുടെ വികസന പദ്ധതികളെയും തമ്മിൽ ബന്ധപ്പെടുത്തുന്ന ഒരു ഡീൽ ഇവിടെ ഞങ്ങൾ നടത്താൻ ആലോചിക്കുന്നുണ്ട്. അതായത് ഇവിടുത്തെ ജനങ്ങൾക്ക് അർഹതപ്പെട്ട വികസനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ഡീല്. പിന്നെ 2, KC വേണുഗോപാലും BD സതീശനും ഒക്കെ പറഞ്ഞതുപോലെ ഇവിടെ മാർക്സിസ്റ്റ് പാർട്ടിയും BJPയും തമ്മിൽ ഡീല് നടത്തിയിട്ടുണ്ടെന്ന് പറയുന്ന ആളുകൾ ഒരു 3 മാസം മുൻപുള്ള ഇവിടുത്തെ പാലക്കാട്ടത്തെ വിഷയങ്ങളൊന്ന് റിവൈൻഡ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ ഈ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്നതിൻ്റെ തൊട്ടടുത്ത നിമിഷത്തിൽ തന്നെ പാലക്കാട് MP ആയിട്ടുള്ള ശ്രീ VK ശ്രീകണ്ഠൻ മാധ്യമങ്ങളെ മുഴുവൻ വിളിച്ചു വരുത്തിക്കൊണ്ട് പരസ്യമായി പറയുകയുണ്ടായി, BJPയെ പാലക്കാട് നഗരസഭാ ഭരണത്തിൽ നിന്നും മാറ്റി നിർത്തുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു മതേതര മുന്നണി ഉണ്ടാക്കണമെന്നുള്ളതും ആ മതേതര മുന്നണിയുടെ ഭാഗമായി വരുന്നതിനായി മുസ്ലിം ലീഗും കോൺഗ്രസ് പാർട്ടിയും മാർക്സിസ്റ്റ് പാർട്ടിയും എല്ലാവരും ആ മതേതര മുന്നണിക്ക് കീഴിൽ അണിനിരക്കണമെന്ന് പരസ്യമായി പത്രപ്രവർത്തകരുടെ മുന്നിൽ വന്നുകൊണ്ട് പറഞ്ഞ ആളാണ് ശ്രീ VK ശ്രീകണ്ഠൻ MP. അതിൻ്റെ തൊട്ടടുത്ത ദിവസം ഇവിടുത്തെ മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാർ പത്രസമ്മേളനം നടത്തി പറയുകയുണ്ടായി, BJPയെ പാലക്കാട് നഗരസഭാ ഭരണത്തിൽ നിന്നും മാറ്റി നിർത്തുന്നതിന് ഒരു മതേതര മുന്നണി ഉണ്ടാക്കി അതിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒന്നിക്കണമെന്ന് പറയണ്ടേ. അപ്പോൾ ഇത്തരത്തിൽ ഡീലിന് വേണ്ടിയിട്ട് ഇവിടെ പരസ്യമായി മുന്നോട്ട് വന്നത് കോൺഗ്രസ് പാർട്ടിയാണ്. അതിന് നേതൃത്വം കൊടുത്തത് പാലക്കാടിൻ്റെ MP ശ്രീ VK ശ്രീകണ്ഠൻ അവർകളാണ്. ഇനി കഴിഞ്ഞ നിയമസഭാ കാലത്തിലേക്ക് നമ്മളൊന്ന് പോയി കഴിഞ്ഞാൽ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്നതിനെ തുടർന്ന് CPMൻ്റെ സമുന്നതനായ നേതാവായിട്ടുള്ള ശ്രീ AK ബാലൻ എന്താണ് പറഞ്ഞത്? അവർ പറഞ്ഞത് ഇവിടെ ഷാഫി പറമ്പലിനായി പാലക്കാട് BJP ജയിക്കാതിരിക്കണം, പാലക്കാട്ട് BJP MLA പദത്തിൽ നിന്നും അകറ്റി നിർത്തുന്നതിന് വേണ്ടി മതേതര വോട്ട് ഷാഫി പറമ്പലിന് നൽകിയിട്ടുണ്ട്, കിട്ടിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. പാലക്കാട് BJP ഒരു A+ മണ്ഡലമാണല്ലോ, വളരെ വിജയപ്രതീക്ഷ വയ്ക്കുന്ന, അല്ലെങ്കിൽ ഈ ഓരോ തവണയും ഇലക്ഷൻ നടക്കുമ്പോഴത്തേനും ഈ ശതമാനം കൂട്ടി വരുന്ന BJP വലിയ പ്രതീക്ഷ വയ്ക്കുന്ന ഒരു സ്ഥലമാണ് പാലക്കാട് എന്ന കാര്യത്തിൽ തർക്കമില്ല. അപ്പം അവിടെ സ്ഥാനാർത്ഥിയായിട്ട് എത്തിയിരിക്കുന്നത് BJPയുടെ ഏറ്റവും കരുത്തുറ്റ വനിതാ നേതാവാണ് ശോഭാ സുരേന്ദ്രനാണ്. ആ ശോഭാ സുരേന്ദ്രൻ ഒരു വശത്ത് നിൽക്കുന്നതിന് ശേഷമാണ് മറ്റ് 2 മുന്നണികളും സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കുന്നത്. ഒരിടത്ത് ഒരു സ്വതന്ത്രനെയാണ് വയ്ക്കുന്നത്, ഈ CPMന്റെ ചിഹ്നത്തിൽ പോലും അല്ല അവിടെ ഒരു സ്ഥാനാർത്ഥി മത്സരിക്കുന്നത്, മറ്റൊന്നാണെങ്കിൽ ഒരു സിനിമാ താരമാണ് വരുന്നത്. അപ്പം ഈ AK ബാലന്റെ ആരോപണവുമായിട്ടൊക്കെ മുൻനിർത്തി ചോദിക്കുകയാണെങ്കിൽ 2 ദുർബലരെ നിർത്തിയതായിട്ട് തോന്നുന്നുണ്ടോ?
അല്ല, അത് പറയേണ്ടത് കോൺഗ്രസ് പാർട്ടിയാണ്. ഇവിടെ BJP പറയുന്ന വികസന രാഷ്ട്രീയത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഇവിടെ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതിനായിട്ട് ഇത്തരത്തിൽ രാഷ്ട്രീയപരമായ ഒരു മത്സരം നടത്തുന്നതിന് കോൺഗ്രസിനോ CPM-നോ ഇവിടെ താല്പര്യമില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞു, പാലക്കാടിൻ്റെ MLA എവിടെ എന്നുള്ള ചോദ്യത്തിന് കോൺഗ്രസ് എന്താണ് മറുപടി പറയുന്നതിനുള്ളത്? ഇവർ വലിയ ആഘോഷത്തോടു കൂടി ഒരാളെ കൊണ്ടുവന്ന് പാലക്കാട് MLA ആക്കിയതല്ലേ. ആ പാലക്കാടിൻ്റെ MLA മുൻനിർത്തിക്കൊണ്ട് ഇവിടുത്തെ പാലക്കാട് MLA നടത്തിയ വികസന പ്രവർത്തനങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ജനങ്ങളോട് വോട്ട് ചോദിക്കാനുള്ള ആർജവം ഇവിടുത്തെ കോൺഗ്രസ് പാർട്ടിക്കുണ്ടോ? ഇല്ല. അപ്പോൾ ഇതിനകത്തുനിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്, ഇവിടെ യഥാർത്ഥ രാഷ്ട്രീയമല്ല ചർച്ച ചെയ്യപ്പെടുന്നത്, ഇവിടെ യഥാർത്ഥത്തിലുള്ള വികസനമല്ല ചർച്ച ചെയ്യപ്പെടുന്നത്. മറിച്ച് കേവലം ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ട് BJPയുടെ പ്രവർത്തനം വളരെയധികം മുന്നോട്ട് പോയി കഴിഞ്ഞു. ഇന്നാട്ടിലെ ജനങ്ങൾ ഇവിടെ BJPയാണ് വരേണ്ടത് എന്നതിനെ സംബന്ധിച്ച് ജനങ്ങൾ ചിന്തിച്ചു തുടങ്ങി. അപ്പോൾ അതിനിടയിലേക്ക് ഇത്തരത്തിലുള്ള കള്ളപ്രചരണങ്ങൾ നടത്തി ഇവിടുത്തെ യഥാർത്ഥ വിഷയങ്ങൾ മറച്ചു വയ്ക്കുകയാണ് കോൺഗ്രസും CPM-ഉം ചെയ്യുന്നത്. പിന്നെ ദുർബലരാണോ ശക്തരാണോ എന്ന് പറയേണ്ടത് ആ പാർട്ടിയുടെ നേതാക്കന്മാരാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി കാലങ്ങളായി പോസ്റ്റർ ഒട്ടിച്ച് പണിയെടുത്ത് നിൽക്കുന്ന ആളുകൾ, അവരൊക്കെ ധാരാളം കാര്യങ്ങൾ അവർക്ക് ചോദിക്കാനോ പറയാനോ, അത് അവരുടെ പാർട്ടിയുടെ ആഭ്യന്തര വിഷയമാണ്. അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല. ഇവിടെ ഞങ്ങൾ ചോദിക്കുന്നത്, ശോഭാ സുരേന്ദ്രൻ മുന്നിൽ നിന്നുകൊണ്ട് ഇവിടുത്തെ ഓരോ വിഷയങ്ങളും ഓരോ ദിവസവും ശ്രീമതി ശോഭാ സുരേന്ദ്രൻ ഉയർത്തിക്കൊണ്ടുവരുന്ന സമയത്ത് അതിനെ രാഷ്ട്രീയമായി നേരിടാതെ, അതിനുള്ള മറുപടി ആശയപരമായി നൽകാതെ, വികസനത്തിൻ്റെ പേരിൽ നൽകാതെ ഇത്തരത്തിൽ വിവാദങ്ങളിലേക്ക് പാലക്കാടിനെ തള്ളിവിട്ടുകൊണ്ട് രാഷ്ട്രീയ ആരോപണങ്ങൾ, അതും വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് യഥാർത്ഥത്തിലുള്ള വികസനത്തെ മറച്ചു പിടിക്കുന്നതിന് വേണ്ടിയിട്ടും ജനങ്ങൾക്ക് അർഹതപ്പെട്ട വികസനങ്ങൾ അത് കാലങ്ങളായി നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ് പാലക്കാട്. അത് ചോദ്യം ചെയ്യപ്പെടാതെ പോകുന്നതിന് വേണ്ടിയിട്ടാണ് കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ ഇത്തരത്തിലുള്ള ഡീലിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട് വരുന്നതെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. വ്യക്തമാണ് ശ്രീ പ്രശാന്ത് ശിവൻ. ഇപ്പം നമ്മൾ ഈ പാലക്കാട് സംസാരിക്കുന്ന പോലെ തന്നെ പ്രധാനമാണല്ലോ മലമ്പുഴയും ഷൊർണൂരും. അപ്പം അവിടങ്ങളിലെ പ്രചാരണമൊക്കെ എങ്ങനെ പോകുന്നു? മലമ്പുഴയിലെ ജനങ്ങൾ, നിങ്ങൾ പ്രത്യേകിച്ച് മാധ്യമ സുഹൃത്തുക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ കഴിഞ്ഞ കുറേ ദിവസമായി മലമ്പുഴ മണ്ഡലത്തിൽ യാത്ര ചെയ്യുന്നുണ്ട്. പതിറ്റാണ്ടുകളായി വികസനം എന്നത് കേവലം സ്വപ്നം മാത്രമായി നിൽക്കുന്ന മലമ്പുഴയിലെ ആളുകളാണ്. മലമ്പുഴയിലെ ആളുകൾ നേരിടുന്ന ധാരാളം പ്രശ്നങ്ങൾക്കുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായ വന്യജീവി ആക്രമണമാണെങ്കിലും കുടിവെള്ളത്തിൻ്റെ പ്രശ്നമാണെങ്കിലും ഇതിനൊന്നും പരിഹാരം കാണുവാനായിട്ട് അവിടുത്തെ MLAക്ക് സാധിക്കുന്നില്ല. ഞങ്ങൾക്കൊരു MLAയോ MP-യോ ഇല്ലാതിരുന്നിട്ട് പോലും നരേന്ദ്രമോദിജി മലമ്പുഴയെ ചേർത്ത് പിടിച്ച ഏറ്റവും 2 ഉദാഹരണങ്ങൾ തന്നെ ഞാൻ പറയാം. ഇവിടെ പാലക്കാടിന് വേണ്ടി അനുവദിച്ച ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റി, അത് മലമ്പുഴ മണ്ഡലത്തിലെ പുതുശ്ശേരി പഞ്ചായത്തിലാണ് വരുന്നത്. 2, ഈ കഴിഞ്ഞ ഒരു വർഷം പോലും ആയിട്ടില്ലെന്ന് തോന്നുന്നുണ്ട്, സുരേഷ് ഗോപിജി മലമ്പുഴ ഉദ്യാന നവീകരണത്തിന് വേണ്ടി അനുവദിച്ച തുക. ഇത്തരത്തിൽ ഞങ്ങൾക്ക് ഒരു MLAയും MP-യും ഇല്ലാതിരുന്നിട്ട് പോലും മലമ്പുഴയുടെ വികസനത്തിന് വേണ്ടി മലമ്പുഴയെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന കേന്ദ്ര സർക്കാർ ഒരു വശത്ത്, 2, അതിനുവേണ്ടി ഒരു ചെറുവിരൽ പോലും അനക്കാതെ ഇതിൻ്റെ എല്ലാം ക്രെഡിറ്റ് അടിച്ചു മാറ്റുന്നതിന് വേണ്ടി നിൽക്കുന്ന കമ്മ്യൂണിസ്റ്റിൻ്റെ നേതാക്കന്മാർ, അത് MLA ആയിക്കോട്ടെ MP-മാരായിക്കോട്ടെ, അതിനുവേണ്ടി നിൽക്കുന്ന ആളുകൾ മറുവശത്ത്. പാലക്കാട് പോലെ തന്നെ ഈ മലമ്പുഴയിലാണെങ്കിലും തുടർച്ചയായിട്ട് 2ാം സ്ഥാനത്താണ് BJP നിൽക്കുന്നത്. ഇത്തവണ വിജയം കൈവരിക്കാൻ കഴിയുമോ ഈ മലമ്പുഴയിലും? തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്ന സമയത്ത് പാലക്കാടും മലമ്പുഴയിലും അത്ഭുതങ്ങളെന്ന് പറയാനില്ല. കാരണം തുടർച്ചയായി ഞങ്ങൾ പ്രവർത്തിച്ച് ശക്തമായ ഒരു അടിത്തറ ഉണ്ടാക്കിയിട്ടുള്ള മണ്ഡലങ്ങളാണ് ഈ 2 മണ്ഡലങ്ങളും. ഇവിടെ BJPയുടെ മുന്നേറ്റത്തെ തടുക്കുവാൻ അത് കോൺഗ്രസിനോ CPM-നോ സാധിക്കില്ല എന്നുള്ള കാര്യം ഞങ്ങൾ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുകയാണ്. 3.5 പതിറ്റാണ്ട് കാലം കമ്മ്യൂണിസ്റ്റ് പാർട്ടി അടക്കി ഭരിച്ചിരുന്ന അകത്തേത്തറ പഞ്ചായത്ത് ഈ കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ സമയത്ത് 19-ൽ 10 സീറ്റ് നേടി വളരെ വ്യക്തമായ ഭൂരിപക്ഷത്തോടു കൂടി BJP ഭരിക്കുകയാണ്.
മലമ്പുഴ പഞ്ചായത്ത് കേവലം 6 വോട്ടിനാണ് ഒരു വാർഡ് പരാജയപ്പെട്ടത്. ആ ഒരു സീറ്റിൻ്റെ വ്യത്യാസമാണ് BJPയും CPMും തമ്മിലുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുന്ന സമയത്ത് ഈ 2 നിയോജക മണ്ഡലത്തിലും ഭാരതീയ ജനതാ പാർട്ടിക്ക് MLA ഉണ്ടാവുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഞങ്ങൾ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നത് ഇവിടെ ഞങ്ങൾ നടത്താൻ പോകുന്ന വികസന രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടാണ്. വിവാദങ്ങളിലൂടെയല്ല, ഇവിടെ വികസനങ്ങളിലൂടെയാണ് ഞങ്ങൾ മറുപടി പറയാനായിട്ട് പോകുന്നത്. യെസ്, വ്യക്തമാണ്. ശ്രീ പ്രശാന്ത് ഒരു കാര്യം കൂടി വെച്ച് അവസാനിപ്പിക്കും. ഇപ്പം എല്ലാ മുന്നണികളും മത്സരത്തിൽ ഇറങ്ങുന്നതും സ്ഥാനാർത്ഥികളെ നിർത്തുന്നതും ഒക്കെ എല്ലായിടത്തും വിജയപ്രതീക്ഷയോടുകൂടി തന്നെയാണ്. എന്നാലും BJPക്ക് ഇക്കാലത്തിനിടയിൽ ഒരിക്കൽ മാത്രമേ അക്കൗണ്ട് തുറക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. പിന്നീട് അത് നിലനിർത്താൻ കഴിഞ്ഞില്ല. പക്ഷേ ഇത്തവണത്തെ രാഷ്ട്രീയ സാഹചര്യം വളരെ വ്യത്യസ്തമാണ്. എല്ലാവരും ഒരു ടൈറ്റ് ഫൈറ്റ് എല്ലായിടത്തും പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പം ഇത്തവണ കുറഞ്ഞത് എത്ര സീറ്റ് പ്രതീക്ഷിക്കുന്നുണ്ട് BJP? ഇതിപ്പോൾ 140 മണ്ഡലത്തിലും സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നതുകൊണ്ട് BJPക്ക് ഇത്ര സീറ്റ് ലഭിക്കുമെന്ന് പ്രവചിക്കാൻ സാധിക്കില്ല എനിക്ക് വ്യക്തമായിട്ട്. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പോടുകൂടി കേരളത്തിൻ്റെ രാഷ്ട്രീയ ചിത്രം മാറിയിട്ടുണ്ട്. ഒരിക്കലും ജയിക്കാത്ത പാർട്ടിയാണ് BJP എന്നുള്ള ചിന്ത ജനങ്ങളിൽ നിന്ന് മാറിയിട്ടുണ്ട്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഇവിടെ കേരളത്തിൽ നിന്ന് ഒരു ലോക്സഭാ MP വിജയിപ്പിക്കുവാനായിട്ട് ഭാരതീയ ജനതാ പാർട്ടിക്ക് സാധിച്ചിട്ടുണ്ട്. 11 നിയോജക മണ്ഡലങ്ങളിൽ 1ാം സ്ഥാനത്തെത്താൻ BJPക്ക് സാധിച്ചിട്ടുണ്ട്. അത്രത്തോളം മണ്ഡലങ്ങളിൽ തന്നെ നേരിയ വോട്ടിൻ്റെ വ്യത്യാസം 2ാം സ്ഥാനത്തുണ്ട്. പിന്നെ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്നതിന് ശേഷം കേരളത്തിൻ്റെ തലസ്ഥാന നഗരിയായ തിരുവനന്തപുരം കോർപ്പറേഷൻ ഇന്ന് ഭരിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയാണ്. അപ്പോൾ ഇത്തരത്തിൽ കേരളത്തിലെ ഒരു രാഷ്ട്രീയ മാറ്റത്തിൻ്റെ സൂചന കഴിഞ്ഞ 2024 2025 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞോടുകൂടി ജനങ്ങൾക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കിയിട്ടുണ്ട്. BJPക്ക് വോട്ട് ചെയ്യുന്നത് വിജയിക്കുന്ന പാർട്ടിയായി തന്നെയാണ് എന്നുള്ള ചിന്ത ജനങ്ങൾക്കിടയിലേക്ക് വന്നു കഴിഞ്ഞു. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുന്ന സമയത്ത് കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ വലിയ അത്ഭുതങ്ങൾ നടക്കുവാനായിട്ട് പോവുകയാണ്. ഇവിടുത്തെ CPMൻ്റെ ദുർഭരണത്തിന് അന്ത്യം കുറിക്കുവാനായിട്ട് പോവുകയാണ്. കേരള നിയമസഭയ്ക്കകത്ത് ശക്തമായ ശബ്ദവുമായി ദേശീയവാദികളായിട്ടുള്ള ഭാരതീയ ജനതാ പാർട്ടിയുടെ നിരവധിയായ MLA ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. ശ്രീ പ്രശാന്ത് ശിവൻ, ഗുജറാത്ത് മുഖ്യമന്ത്രി ശ്രീ ഭൂപേന്ദ്ര പട്ടേൽ ഇവിടെ ഉണ്ട്. അതിപ്പോൾ തന്നെ 29-ാം തീയതി പ്രധാനമന്ത്രി മോദി എത്തുന്നു. അപ്പം പ്രധാനമന്ത്രി, കേന്ദ്രമന്ത്രിമാർ, മറ്റ് സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ ഇവരുടെയൊക്കെ ഒരു സാന്നിധ്യം അത് BJP സ്ഥാനാർത്ഥികൾക്ക് നൽകുന്ന ഒരു കോൺഫിഡൻസ് എത്രത്തോളമാണ്? അത് ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾക്ക് മാത്രമല്ല, മുഴുവൻ മലയാളികൾക്കും അഭിമാനിക്കാം. കാരണം എന്താ വെച്ചാൽ കേന്ദ്ര സർക്കാർ ഈ കേരളത്തെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നു എന്നുള്ളതിൻ്റെ പ്രത്യക്ഷ ഉദാഹരണങ്ങളാണ് ഈ കാണുന്നതെല്ലാം തന്നെ. ഈ തെരഞ്ഞെടുപ്പ് പാലക്കാട്ടുകാർ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്, ഈ തെരഞ്ഞെടുപ്പിനും എത്രയോ മുന്നേ തന്നെ പാലക്കാട്ടുകാരുടെ നിരന്തര ആവശ്യങ്ങൾ, അത് റെയിൽവേ മേഖലയിലാണെങ്കിലും പുതിയ ട്രെയിനുകൾ അനുവദിച്ചുകൊണ്ട്, അത് മറ്റു മേഖലകളിലാണെങ്കിലും പാലക്കാട് മുനിസിപ്പാലിറ്റിക്കകത്ത് വലിയങ്ങാടി ഉൾപ്പെടെയുള്ള മുഖച്ഛായ മാറാനായിട്ട് പോവുകയാണ്. കേന്ദ്രവിഹിതം വരുന്നു, ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റി വരുന്നു, മലമ്പുഴ ഉദ്യാന നവീകരണം വരുന്നു. അപ്പോൾ ഇത്തരത്തിൽ കേന്ദ്രം കേരളത്തെ ചേർത്ത് പിടിക്കുകയാണ്. പ്രത്യേകിച്ച് പാലക്കാടിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. അപ്പോൾ അതുകൊണ്ട് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് കഴിയുന്ന സമയത്ത് ഈ കേരളത്തിൽ വരാൻ പോകുന്ന മാറ്റം എന്ന് പറയുന്നത് വലിയ രീതിയിൽ വികസന കുതിപ്പിലേക്ക് കേരളം കുതിക്കാനായി പോവുകയാണ്. അത് കേന്ദ്ര സർക്കാരിൻ്റെ വലിയ ഒരു എന്താ പറയുക സമ്മാനം തന്നെ കേരളത്തിലേക്ക് എത്താനായി പോകുന്നുണ്ട്. അപ്പോൾ അത് ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്ന സമയത്ത് ജനങ്ങൾക്ക് കൃത്യമായി ബോധ്യപ്പെടും. അത് ജനങ്ങൾ അംഗീകരിച്ചു കഴിഞ്ഞു. അതിൻ്റെ ഒരു റിഫ്ലക്ഷനാണ് ഇത്തരത്തിലുള്ള കേന്ദ്ര നേതാക്കന്മാരുടെ സാന്നിധ്യത്തിലൂടെ ഇന്നാട്ടിലെ ജനങ്ങൾക്ക് ലഭിക്കുന്നത്. ഓക്കെ, വ്യക്തമാണ്. അപ്പം ശ്രീ പ്രശാന്ത് ശിവൻ, വളരെ തിരക്കുള്ള ദിവസമാണ്, പ്രചാരണങ്ങളിലൊക്കെ ചുമതലക്കാരനാണ്. അതിനിടയ്ക്കും ഇത്ര സമയം ഞങ്ങൾക്ക് വേണ്ടി അനുവദിച്ചതിന് ഒരുപാട് സന്തോഷം. അങ്ങേക്ക് എല്ലാവിധ ആശംസകളും ഒപ്പം വിജയാശംസകളും നേരുകയാണ് പാർട്ടിക്ക്. ഓക്കെ, താങ്ക് യു. ഓക്കെ.